कल यानी नवरात्रि के प्रथम दिवस 22 सितंबर को सूर्योदय के साथ ही नेक्स्ट जनरेशन जीएसटी रिफॉर्म्स लागू हो जाएंगे। നാഗരിക ദേവോ ഭവ, ജനങ്ങളാണ് ദൈവമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തെ GST 2.0യിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഇനി നികുതി ഭാരത്തിന്റെ കഷ്ടതയില്ല ജനങ്ങൾക്ക്. ഈ നവരാത്രി മധുരം സേവിംഗ്സ് ഉത്സവമായി ആഘോഷിക്കാമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കുമ്പോൾ നേട്ടമല്ല യു ടേൺ ആണെന്ന് വിശേഷിപ്പിക്കുകയാണ് പ്രതിപക്ഷം. നടപടികൾ 8 വർഷം വൈകിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിക്കുന്ന കോൺഗ്രസ് രാജ്യം GST 1.5 വരെ എത്തിയതേയുള്ളൂ എന്ന് വിമർശിക്കുകയും ചെയ്യുന്നു. നാളെ മുതൽ ഒരാഴ്ച GST സേവിംഗ്സ് വാരമായി BJP ആചരിക്കുമ്പോൾ ഈ GST മാറ്റം തലക്കടിയേറ്റ പോലെയാണെന്നും നഷ്ടപരിഹാരം വേണമെന്ന നിലപാട് തള്ളിക്കളഞ്ഞത് വേണ്ടത്ര പഠനങ്ങൾ ഇല്ലാതെയാണെന്നും കേരള സർക്കാർ അടക്കം പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ആരോപിക്കുകയും ചെയ്യുന്നു. വൈകിപ്പോയ നടപടിയോ യു ടേണോ, അതോ രാജ്യം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്ന വലിയ നേട്ടമോ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പാനലിൽ ചേരുന്നു സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ ഷാബു പ്രസാദ്, പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, സാമ്പത്തിക നിരീക്ഷകൻ കൂടിയായ പ്രൊഫസർ S മോഹനകുമാർ. 3 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ഷാബു പ്രസാദ്, ഈ GST നടപ്പിലാക്കിയപ്പോൾ തൊട്ട് പ്രതിപക്ഷം അത് പറയുന്നുണ്ട്, വലിയ ഭാരമാണ് ഇത്, സാധാരണക്കാർക്ക് വലിയ ഭാരമായി മാറുകയാണ് എന്ന് പറയുന്നു. അതിൽ തിരുത്തേണ്ട കാര്യമുണ്ട്. GST 2.0 കൊണ്ടുവരണം എന്ന് കോൺഗ്രസ് പ്രകടന പത്രികകളിൽ പലതവണ പറയുകയും ചെയ്തതാണ്. അതിനെല്ലാം ശേഷം ഇപ്പോൾ ഇങ്ങനെ നികുതി കുറയ്ക്കാൻ നിർബന്ധിതരാകുന്നത് ഒരു രാഷ്ട്രീയ തിരിച്ചടിയല്ലേ? അതൊരു വലിയ നേട്ടമാണ്, നിർണായക ഘട്ടത്തിലേക്കാണ് രാജ്യം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഈ GST വരുന്നതെന്നാണ് 2017 അതായത് രാജ്യം സ്വതന്ത്ര ഭാരതത്തിന് 60 വർഷം കഴിഞ്ഞതിന് ശേഷം 70 വർഷമായതിനു ശേഷം വന്നതാണ്. അതായത് 70 കൊല്ലം ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു നികുതി ഘടനയുണ്ടായിരുന്നു. ആ ഘടന പൂർണ്ണമായും ഉടച്ചു വാർത്തുകൊണ്ട് പുതിയൊരു സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. ഇവിടെയാണെങ്കിൽ ഒരു സിസ്റ്റം ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ചില ടീത്തിങ് എറേഴ്സ് ഒക്കെ ഉണ്ടാകും, പരിഷ്കരണങ്ങൾ ഉണ്ടാകും. ഇതിപ്പം ഒരു കാര്യമുണ്ട്, ഇപ്പം ഈ 2.0 എന്നുള്ള ഇറങ്ങി ഇതിപ്പം വലിയൊരു മാറ്റമാണത്. പക്ഷേ ഓരോ ഘട്ടത്തിലും ഓരോ പ്രാവശ്യവും GST കൗൺസിൽ കൂടിക്കൊണ്ടിരിക്കുമ്പം ചില സ്ലാബുകളിൽ മാറ്റമില്ല, പക്ഷേ ചില പ്രോഡക്റ്റുകൾ ഒരു സ്ലാബിൽ നിന്ന് മറ്റേ സ്ലാബിലേക്ക് കയറ്റുകയും കൂട്ടുകയും കുറയ്ക്കുകയും ഇങ്ങനെ പല എക്സർസൈസുകളും കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുന്ന നാളെ മുതൽ നടപ്പാകാൻ പോകുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നത് അങ്ങനെയാണ് പറഞ്ഞാൽ, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നല്ല മാറുക. ഒരു കാര്യം കൊണ്ട് നടപ്പാക്കി അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ പഠിച്ച് അങ്ങനെയാണ് സിസ്റ്റം ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഇത് ഇപ്പൊ GSTയെ സംബന്ധിച്ചിടത്തോളം ഈ 7 വർഷം 8 വർഷം കൊണ്ടുണ്ടായി ചേഞ്ച് എന്ന് പറഞ്ഞാൽ വലിയൊരു ചേഞ്ചാണത്, വളരെ വലിയൊരു ചേഞ്ചാണത്. കാര്യം ഇത്ര സ്പീഡിൽ ഇതുപോലൊരു സിസ്റ്റം ഇങ്ങനെ ചേഞ്ച് ചെയ്യും. അത് പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിവിടെ കഴിയുന്നില്ല, ഇനിയും പരിഷ്കരണങ്ങൾ ഉണ്ടാകും, ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ പരിഷ്കരണങ്ങൾ. ഈ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണത്? അത് നിരന്തരം ഓരോ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചുണ്ടാകുന്ന മാറ്റങ്ങളെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഈ പരിഷ്കരണം എന്ന് പറയുന്നത്. പിന്നെ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതല്ലാതെ വേറെന്ത് പറയാൻ പറ്റും? ഇത് വളരെ നന്നായി, ഇത് സാധാരണക്കാരന് വളരെ ഗുണമുള്ള കാര്യമാണ് എന്നവർക്ക് പറയാൻ പറ്റുമോ? അവർക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ഒരു പ്രതിപക്ഷം എന്നുള്ള സ്ഥിതിക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷത്തിന് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് പരാജയമാണ്, യു ടേൺ ആണ്, മറ്റേതാണ്, മറിച്ചതാണ്, ഇതൊക്കെ തന്നെ പറ്റുള്ളൂ. ഇതിന്റെ ഗുണം എന്താണ് എന്നുള്ളതൊക്കെ വളരെ ആധികാരികമായിട്ട് മാഡത്തിനെ പോലുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ അതിനെ പറ്റിയൊക്കെ അതിന്റെ ഒരു രാഷ്ട്രീയ വശത്തേക്ക് തന്നെ താങ്കൾ പറയുന്ന പോലെ ഇതെല്ലാം പഠിച്ചാണ് മുന്നോട്ട് വരേണ്ടത്. എല്ലാ സർക്കാരുകളും എല്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ തന്നെ. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ഞങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാതിരിക്കുക, അതിനുശേഷം വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് തിരുത്തുക, എന്നിട്ട് അത് നേട്ടമായി ആഘോഷിക്കുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അത് ഈ 2005 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യപുരോഗമന
സർക്കാർ GST ഔദ്യോഗികമായിട്ട് അവതരിപ്പിക്കുകയും 2011 അത് പ്രണബ് മുഖർജി ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിനെ BJP എതിർക്കുകയും അന്ന് ഇന്നത്തെ പ്രധാനമന്ത്രി തന്നെ അന്ന് അത് എതിർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇത് തന്നെ കർഷകർക്ക് നികുതി ഏർപ്പെടുത്തിയ സമയത്തും പ്രതിപക്ഷം വിമർശിക്കുന്നു. നികുതി ഭാരം കൂടുതലാണ് എന്ന് പറയുന്നു, ഒരു 2.0 വേണമെന്ന് പറയുന്നു. അപ്പോൾ അതിനെ വിമർശിക്കുകയും അത് രാഷ്ട്രീയ ആരോപണമായി തള്ളിക്കളയുകയും ചെയ്യുന്ന BJP പിന്നീട് അല്പകാലത്തിനു ശേഷം അത് തിരുത്തുമ്പോൾ അത് നേട്ടമായി പറയുന്നത് എന്തുകൊണ്ടാണ്? ഗബ്ബർ സിംഗ് ടാക്സ് എന്ന് വിളിച്ച പ്രതിപക്ഷത്തിന്റെ അതേ വിമർശനങ്ങൾ അംഗീകരിച്ചുകൊണ്ടല്ലേ ഈ തിരുത്തൽ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം വേണ്ടേ? ഇന്നത്തെ പ്രതിപക്ഷം പറഞ്ഞതുകൊണ്ട് അതല്ല ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? ഇത് ആര് പറഞ്ഞു എന്ത് പറഞ്ഞു, ആ പ്രതിപക്ഷം എപ്പോൾ എന്ത് പറഞ്ഞു എന്നുള്ളതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടെ ഈ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഒരു നികുതി പരിഷ്കരണം ഉണ്ടായിരിക്കുന്നു. ഇവിടെ പൊതുജനങ്ങൾക്കും അതുപോലെ മിഡിൽ ക്ലാസ്സിനും വളരെയധികം ഗുണമുള്ള കാര്യം. മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ മിഡിൽ ക്ലാസിന്റെ ആ ക്വാണ്ടം എന്ന് പറയുന്നത് ഒരുപക്ഷെ അമേരിക്കയിലെയും യൂറോപ്പിലെയും ഒക്കെ ടോട്ടൽ ജനസംഖ്യയെക്കാട്ടി കൂടുതലുണ്ടാവും. ആ മിഡിൽ ക്ലാസ് ആണ് ശരിക്കും നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിയുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. അവരുടെ കയ്യിൽ വരുന്ന പണവും അവരുടെ കൈകളിൽ കൂടെ മറിഞ്ഞു പോകുന്ന സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന പണവുമാണ് നമ്മുടെ എക്കണോമിയെ വൈബ്രന്റ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു വിഭാഗത്തിന് നല്ല ബെനിഫിറ്റ് കിട്ടേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമാണ്. അതിന്റെ ഒരു ചൂടായിരുന്നു ഇപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞു ഇൻകം ടാക്സിന്റെ സ്ലാബ് ഉയർത്തിയത് 1 ലക്ഷമാക്കി 12 ലക്ഷമാക്കി ഉയർത്തിയത്. ഇതതിന്റെ മറ്റൊരു ഘട്ടമാണിത്. നമ്മൾ അതിന്റെ ഗുണങ്ങളും നോക്കുന്നേ. ഇനിയിപ്പം അതല്ലേ നമ്മൾ കാണേണ്ടത്. പിന്നെ ഇതൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് 4 സ്ലാബ്, ഈ 4 സ്ലാബിൻ്റെ അകത്ത് ഏതൊക്കെ മാറ്റം അത് നമ്മൾ അനുഭവത്തിൽ കൂടെ പഠിക്കേണ്ട കാര്യങ്ങളാണത്. ആ പഠിച്ചതിന് ശേഷമേ അത് മാറ്റാൻ കഴിയൂ. ഇപ്പൊ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വേറെ ചെലവൊന്നുമില്ല, വെറുതെ ഇരുന്ന് പറഞ്ഞാൽ. അല്ല, പക്ഷേ ഷാബു പ്രസാദ്, അല്ല ഞാൻ എനിക്ക് അപ്പോഴും വീണ്ടും ഒരു ചോദ്യം വരുന്നത്, അത് പറയുമ്പോൾ പ്രതിപക്ഷം എന്തും പറയട്ടെ എന്ന് പറയുമ്പോൾ ഏകീകൃത നികുതി വ്യവസ്ഥയെ പല സ്ലാബുകളാക്കി മാറ്റി. അങ്ങനെ ഒരു രാജ്യം ഒരു നികുതി എന്നുള്ളൊരു മുദ്രാവാക്യം അത് വെറും ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ് എന്ന രീതിയിലേക്ക് വന്നു. അതിനുശേഷം ഇപ്പോഴിതാ ഇത് 2 സ്ലാബ് എന്ന് പറയുന്നിടത്തൊക്കെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. അത് ഒരു വലിയ വിഷയമാണ്. അത് രാഷ്ട്രീയമാണ്, അത് സാമ്പത്തികമല്ല. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ. എനിക്കിപ്പോ ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ബോംബെയിൽ നിന്നോ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നോ കേരളത്തിന് പുറത്തു നിന്നോ ഒരു കൺസൈൻമെന്റ് ഈ കേരളത്തിൽ എത്താൻ, നമ്മളൊക്കെ ഇപ്പൊ കോഴിക്കോട് തിരുവനന്തപുരം എത്താൻ എത്ര സമയം എടുക്കുമായിരുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, ഈ സാധനം വന്ന് വാളയാർ ചെക്ക് പോസ്റ്റിൽ ഒരു 3-4 ദിവസം അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് അതിന്റെ ഇൻവോയ്സിലോ അതിന്റെ എല്ലാറിലോ വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തുകൊണ്ട് ഇവർ ഇവിടുത്തെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് അത് ഹോൾഡ് ചെയ്യും. എന്നിട്ട് ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് വാളയാറിന് കെട്ടിയെടുത്ത് പോകണം. എന്നിട്ട് അവിടെ ചെന്ന് അവർക്ക് 5,000-10,000 രൂപ കൈക്കൂലി കൊടുക്കണം. ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്ന നികുതി ഭീകരതയാണ്. നികുതി ഭീകരത ഇതാണ് ഒരൊറ്റ ദിവസം ഈ ഒരു GST-യിൽ കൂടെ അത് ഇല്ലാതായത്. ഈ GST എന്നോ വരേണ്ടതാണ്. ഈ കോൺഗ്രസിനും വലിയ വൻ ഭീകര ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലത്ത് അവർക്ക് നിഷ്പ്രയാസം നടപ്പാക്കാവുന്ന കാര്യമായിരുന്നു. എന്തേ ഇവരിത് ചെയ്തില്ല സമയത്ത്? അവരത് ചെയ്യാതിരുന്നതുകൊണ്ടാണല്ലോ ഇപ്പൊ നരേന്ദ്രമോദിക്ക് അത് ചെയ്യേണ്ടി വന്നത്. പിന്നെ ഇത് ഒരു പരിഷ്കരണം, ഒരു സിസ്റ്റം ചേഞ്ച് ഉണ്ടാകുമ്പോൾ വിമർശിക്കുന്നവർക്ക് അവിടെ ഇരുന്ന് എന്തും പറയാം. പ്രതിപക്ഷം അതിങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിന് അവർക്ക് പല കാര്യങ്ങളും ആലോചിച്ചേ പറ്റുള്ളൂ, പല ട്രയൽ ആൻഡ് എറർ നടത്തിയേ പറ്റുള്ളൂ, പല അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ 8 വർഷം കൊണ്ട് ഇപ്പൊ ഇത് ഇവിടെയും അവസാനിക്കുന്നില്ല. പറഞ്ഞ ഇതേപോലെ ഇങ്ങനെയുള്ള ഒരു ഫ്ലോറിൽ ഇരുന്ന് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ് ഇപ്പം മദ്യവും പെട്രോളിയവും ചിലപ്പോൾ GST-യിൽ ഉൾപ്പെടുത്തിയെന്ന് വരും. അപ്പോ ഇത് ചോദിക്കുന്നത് അന്നേ അത് ഉൾപ്പെടുത്താമായിരുന്നില്ലേ? അങ്ങനെ എത്ര കോടിക്കണക്കിന് ശതകോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, അതെന്തുകൊണ്ടാണ് ഇപ്പൊ നടത്തുന്നത് എന്ന് പറയുന്ന മാതിരിയേ ഉള്ളൂ. ഇത് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചോളം അവർക്ക് ഒരു ചെലവും ഇല്ല, അവർക്കൊന്നും ആലോചിക്കണ്ട, അവർക്ക് മുൻപിൻ നോക്കേണ്ട കാര്യമില്ല, പറഞ്ഞാൽ മാത്രം മതി. എന്നാൽ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചും പല കാര്യങ്ങൾ വിലയിരുത്തിയും മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ശരി, ഞാൻ തിരികെ എത്താം. ശ്രീ ഷാബു പ്രസാദ്, ശ്രീ പ്രൊഫസർ എസ് മോഹനകുമാർ, ഇത് GST നടപ്പിലാക്കിയതിനു ശേഷം ഗബ്ബർ സിംഗ് ടാക്സ് ആണ് എന്നാണ് പ്രതിപക്ഷം അടക്കം ആരോപിച്ചത്. ഇപ്പം അതേ GST-യിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത്
അത് നല്ലതാണെന്ന് പറയുക, ആ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് നല്ലതാണ് എന്ന് പറയുക. ഇനി ഈ വരുത്തിയ മാറ്റങ്ങളൊക്കെ നല്ലതാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നതിന് പകരം ഇതൊരു വൈകിയ തീരുമാനമാണ്, ഇത് ഒരു നിലപാടില്ലായ്മയാണ് എന്നുള്ളൊരു വിമർശനം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെയുണ്ട്. അങ്ങനെ ഈ വിഷയത്തെ കാണണോ? ഇതൊരു 2.0 അല്ല 1.5 ആണ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു നിലപാടുണ്ട്, ഓപ്പോസിഷന്റെ ഒരു നിലപാടുണ്ട്. അതിനെ അനുകൂലിക്കുന്നു? നോക്കൂ, ഇവിടെ ഇപ്പോ നികുതി ഘടനയിൽ മാറ്റങ്ങൾ വരിക, നികുതി നിരക്ക് കുറയ്ക്കുക, ഇതെല്ലാം നമ്മൾ എപ്പോഴും നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യങ്ങളാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറുമായി ബന്ധപ്പെടുത്തി ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറികൾക്കുമൊക്കെ ഈ മാറ്റങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ നേരിട്ടല്ല GST പിരിക്കുന്നത്. സംസ്ഥാനങ്ങൾ കേരളത്തിൽ നിന്ന് 100 രൂപ GST പിരിക്കുമ്പോൾ 50 രൂപ ആ GST വിഹിതത്തിൽ കേരളത്തിനാണ് കിട്ടുന്നത്. ഇതിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. ഇതിനെന്ത് സംഭവിക്കും? ഒരു ഉദാഹരണം, ഇപ്പോ GST മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ മന്ത്രി പറഞ്ഞത് 45,000 കോടി രൂപയുടെ നഷ്ടം ഈ വർഷം 25-26 വർഷത്തിൽ ഉണ്ടാവുമെന്നാണ്. ഇനി ശേഷിക്കുന്ന മാസങ്ങളിൽ അത് ഒരു വർഷം മുഴുവനും എടുക്കുകയാണെങ്കിൽ 12 മാസം, ഇനിയുള്ള 12 മാസം എടുത്താൽ അത് 85,000 കോടി രൂപ വരെ ആ നഷ്ടം പോകും. പക്ഷേ ഔദ്യോഗികമായി തന്നെയുള്ള സാമ്പത്തിക വിദഗ്ധർ കണക്കൂട്ടിയിരിക്കുന്നത് അത് 1.5 ലക്ഷം കോടി മുതൽ 2 ലക്ഷം കോടി വരെ ആകാം ഈ സാമ്പത്തിക നഷ്ടം. ഈ സാമ്പത്തിക നഷ്ടം കേന്ദ്ര സർക്കാരിൻ്റെതല്ല, ഈ സാമ്പത്തിക നഷ്ടം സംസ്ഥാന സർക്കാരിൻ്റെതാണ്. ഈ നഷ്ടം കേന്ദ്ര സർക്കാരിന് ഉണ്ടാകുന്ന നഷ്ടവും സംസ്ഥാന സർക്കാരുകൾക്ക് ഉണ്ടാകുന്ന നഷ്ടവും ഏത് വിധത്തിൽ പരിഹരിക്കും? ഇതിനൊരു ഉത്തരം കാണണ്ടേ? നമ്മൾ ഉദാഹരണത്തിന് കേരളത്തിന്റെ കാര്യം എടുക്കാം. കേരളത്തില് GST വരുന്നതിന് മുമ്പേ നിലനിന്നിരുന്ന വാല്യൂ ആഡഡ് ടാക്സ് ആണ് ഇപ്പോഴും നിലനിന്നിരുന്നെങ്കിൽ 2024-25 കേരളത്തിന്റെ വരുമാനം 60,000 കോടി രൂപയ്ക്ക് മുകളിലാകുമായിരുന്നു നികുതി വരുമാനം. അത് GST വന്നതിന് ശേഷം അത് 32,000 കോടി രൂപയായി കുറഞ്ഞു. അതിൽ നിന്ന് തന്നെ ഇപ്പോ ഒരു 6,500 കോടി രൂപയുടെ കുറവ് വീണ്ടും വരുന്നു. സംസ്ഥാനങ്ങൾ ഈ കുറവ് എങ്ങനെ പരിഹരിക്കും? 2017 ജൂണിൽ GST നടപ്പിലാക്കിയിട്ട് 2022 5 വർഷം ജൂലൈ 1 5 വർഷം ആയപ്പോൾ ആ 14% നിരക്കിൽ GST വർദ്ധിച്ചില്ല എങ്കിൽ അതിനുള്ള പരിഹാരം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു സെസ്സിലൂടെ ഏർപ്പെടുത്തി പിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് 2022 നടന്നു. അപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ 2.69 ലക്ഷം കോടി രൂപ കടമെടുത്തു കേന്ദ്ര സർക്കാർ. ആ കടമെടുത്തതും സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് തന്നെ ഈ നികുതിയിൽ തന്നെ സെസ് ചുമത്തി പിരിക്കുകയാണ്. ആ പിരിക്കുന്നത് 2026 കടമെടുത്തതിന്റെ പിരിവ് തീരും. അതും ഈ നഷ്ടപരിഹാരം കൊടുത്തതിനാണ്. ആ നഷ്ടപരിഹാരം കൊടുത്ത് ഏകദേശം 10.5 ലക്ഷം കോടി രൂപ ഈ കാലഘട്ടത്തിനിടയിൽ പിരിച്ചു കിട്ടുമ്പോൾ 45,000 കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തത് പോയി, അതിന്റെ ഇൻട്രസ്റ്റും പോയാൽ മിച്ചം വരുന്നു കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ. ആ പണമെങ്കിലും ഇപ്പോഴുണ്ടായ ഈ നികുതി ഘടനയിലുണ്ടായ കുറവ് മൂലം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നു ഞങ്ങൾ തരില്ല. നോക്കൂ, കേരള സർക്കാരിന്റെ കാര്യമെടുത്താൽ കൃത്യമായി കണക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പൊ തന്നെ കണക്കൂട്ടിയിരിക്കുന്ന 6,500 മുതൽ 8,000 കോടി രൂപ വരെ ഒരു വർഷം കേരള സർക്കാരിന് നഷ്ടപ്പെടുന്നു എന്നാണ്. ഈ നഷ്ടം കേരള സംസ്ഥാനങ്ങൾ എങ്ങനെ, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് വരും. ഇതെങ്ങനെ പരിഹരിക്കും? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഓട്ടോമൊബൈൽ, സിമന്റ്, ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി, ഈ വ്യവസായങ്ങളിൽ നിന്ന് മാത്രം ഈ GSTയുടെ പരിഷ്കാരങ്ങൾ കൊണ്ട് ഏകദേശം 27,000 കോടി രൂപയുടെ നഷ്ടം ഒരു വർഷം ഉണ്ടാവും. ഈ നഷ്ടം ആകെ വാല്യൂ ആഡഡ് ടാക്സിൽ മുമ്പുണ്ടായിരുന്ന റെജീമിൽ നിന്ന് GSTയിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ നഷ്ടം ഞാൻ പറഞ്ഞു, ഏകദേശം 30,000 കോടി രൂപയുടെ നഷ്ടം. അതിൽ തന്നെ ഈ GSTയിൽ നിന്ന് തന്നെ ഇപ്പൊ ഒരു വർഷം 27,000 കോടി രൂപയുടെ നഷ്ടം കേരളത്തിന് മാത്രം ഉണ്ടാകുന്നു. ഇതെങ്ങനെ പരിഹരിക്കും? ഇത് പരിഹരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പറയുന്നത് എന്താണ്? കേന്ദ്ര സർക്കാർ പറയുന്നത് നിങ്ങൾ ഈ നികുതിയിൽ ഉണ്ടാകുന്നതിന്റെ കുറവ്, 1 രൂപ നികുതിയിൽ കുറവ് വരുത്തുമ്പോൾ അതിൽ 70 പൈസ ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഈ 70 പൈസ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നമ്മളെ ടാക്സ് മൾട്ടിപ്ലയർ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഏകദേശം അത് ഇന്ത്യയുടെ
GDP-യിൽ 0.6% വർധനവ് വരുത്തുന്നു. ഇങ്ങനെ സാമ്പത്തിക വളർച്ച കൂടുകയും അങ്ങനെ സാധനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കുകയും ആളുകൾ കൂടുതൽ നികുതി കുറച്ചത് കൊണ്ട് ആളുകളുടെ കയ്യിൽ കൂടുതൽ വരുമാനം ഉണ്ടാവുകയും അവർ കൂടുതൽ സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി കൂടുതൽ വരുമാനം വരുമെന്നാണ്. പക്ഷെ ഇതൊരു ഓപ്പൺ എക്കോണമിയായി മാറിക്കഴിഞ്ഞു ഇന്ത്യ. നമ്മളെ രാജ്യത്ത് ആളുകളുടെ കയ്യിൽ കൂടുതലായി വരുന്ന പണം അവരെ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങുമെന്ന് എന്താണ് ഉറപ്പ്? കഴിഞ്ഞ 2 മാസത്തേക്ക് മുമ്പേ കേന്ദ്ര സർക്കാർ ബ്രിട്ടനുമായി ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഏകദേശം 1800ഓളം സാധനങ്ങൾ ഡ്യൂട്ടി ഇല്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള ഒരു കരാറാണത്. ഇങ്ങനെ പല ആസിയാൻ കരാർ, ഇങ്ങനെ പല കരാറുകളും നിലനിൽക്കുകയാണ്, ഉഭയകക്ഷി കരാറുകൾ നിലനിൽക്കുകയാണ്. ഈ പ്രൊഫസർ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, പ്രധാനമന്ത്രി ഇത് പറയുമ്പോൾ ഈ കണക്കുകളെല്ലാം പറയുകയും ഒരു ഫെഡറലിസത്തെ തകർക്കുന്നു എന്നുള്ളൊരു ആരോപണമാണല്ലോ താങ്കളടക്കം പറയുന്നത്. അപ്പോഴും ഇത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ബജറ്റ് ഉത്സവ് എന്നാണ് പറയുന്നത്, സേവിങ്സ് ഉത്സവത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഇടതുപക്ഷം അടക്കം ഇതിനു മുൻപ് ഉന്നയിച്ചിരുന്നത് ഇത് ഈ വിലക്കയറ്റത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള ഒരു തന്ത്രമാണ്. ഇത് എങ്ങനെയാണ് വ്യാപാരികൾ ഈ വില കുറയ്ക്കുക, ഇനി നോക്കി വാങ്ങിക്കേണ്ടി വരില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നതാണ്. പക്ഷേ പ്രധാനമന്ത്രി ഇത് പറഞ്ഞ മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ മിനിറ്റുകൾക്കകം മിൽമ അടക്കമുള്ളവയുടെ വില കുറവ് പുറത്തേക്ക് വന്നിരിക്കുന്നു. കേരളം പോലുള്ള ഒരു സാധാരണ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു കൊമേഴ്ഷ്യൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യ സാധനങ്ങളുടെ വില ഇങ്ങനെ കുറയുന്നത് ജനങ്ങളെ നേരിട്ടല്ലേ ബാധിക്കുക? സ്വാഭാവികമായിട്ടും കമേഴ്ഷ്യൽ സ്റ്റേറ്റായ കേരളത്തിൽ, മധ്യവർഗം ഏറ്റവും കൂടുതലുള്ള കേരളത്തിൽ അത് നേരിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലല്ലേ? ഇന്ത്യയുടെ മൊത്തം തൊഴിലെടുക്കുന്ന ജനങ്ങളിൽ 45% ആളുകളും ജോലി ചെയ്യുന്നത് കാർഷിക മേഖലയിലാണ്. കാർഷികോൽപ്പന്നങ്ങളുടെ പേരിൽ അവരുടെ കയ്യിൽ പണം എത്തിയാലേ ഇന്ത്യയിലെ ബിസിനസ് വ്യാപാര രംഗത്തും ഉൽപാദന രംഗത്തും പുരോഗതി ഉണ്ടാവുള്ളൂ. ആ പുരോഗതി ഉണ്ടാകുന്നതിന് എങ്ങനെയാണ് ടാക്സ് കുറച്ചാൽ ആളുകളുടെ കയ്യിൽ കൂടുതൽ പണം എത്തുന്നത്? ഇപ്പോൾ ഉള്ള പണമല്ലേ അത് കൂടുതൽ അങ്ങോട്ടിങ്ങോട്ടും ഒരു ഷിഫ്റ്റ് അല്ലേ വരുന്നുള്ളൂ. അവര് വാങ്ങിക്കൊണ്ടിരുന്ന സാധനത്തിന് പകരം അവര് ഇപ്പം 1 കിലോ വാങ്ങിക്കൊണ്ടിരുന്ന ചിലപ്പോൾ 1.5 കിലോ വാങ്ങുമായിരിക്കും. പക്ഷെ അങ്ങനെ അല്ല ഉണ്ടാകുന്നത്. ഇപ്പം നമ്മുടെ അരിയുടെ വില കുറച്ചത് കൊണ്ട് ഒരു പ്രാവശ്യം ചോറ് കഴിക്കുന്ന ആള് ഇപ്പൊ ഉണ്ണുന്നയാള് 2 പ്രാവശ്യം ഉണ്ണില്ലല്ലോ. അപ്പൊ ഈ സാധനങ്ങളുടെ ടാക്സ് കുറച്ചത് കൊണ്ട് അവരുടെ എല്ലാം ഡിമാൻഡ് പെട്ടെന്ന് തന്നെ വർദ്ധിക്കുമെന്ന് പറയുന്ന കാര്യത്തിൽ അർത്ഥമില്ല. അങ്ങനെയൊന്നും അല്ല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വർക്ക് ചെയ്യുന്നത്. സമ്പദ് വ്യവസ്ഥ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ കയ്യിൽ, ബഹുഭൂരിപക്ഷം വരുന്നവന്റെ കയ്യിൽ അവന് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം, അവന്റെ കയ്യിൽ കൂടുതൽ വരുമാനം എത്തണം. ആ വരുമാനം എത്തുന്നതിനുള്ള എന്ത് മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, GST ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്? ഇന്ത്യയിൽ ഇപ്പോൾ GST കൊണ്ടുവന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ പറയുന്ന ഒരു മിനിമം വിലക്കയറ്റം ഇന്ത്യയിൽ ഉണ്ടാകണമെന്നുണ്ട്. 4%, അതിന് +or- ഒരു 6% വരെ അപ്പർ ലിമിറ്റ് ആവാം, 2.5% വരെ ആവാം. പക്ഷെ ഇന്ത്യ പോലുള്ള ഒരു എമർജിങ് എക്കോണമിയിൽ 4%-ൽ കുറവ് പണപ്പെരുപ്പം, വിലക്കയറ്റം കുറഞ്ഞാൽ അത് ഭീതിജനകമായ അന്തരീക്ഷമാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ റിസർവ് ബാങ്ക് തന്നെ പറയുന്നതാണ്. അപ്പൊ നമ്മുടെ വിലക്കയറ്റം 2.5%-ൽ നിൽക്കുകയാണ് ഇന്ത്യയിലെ. ഈ വിലക്കയറ്റം 2.5% എത്തി നിൽക്കുക എന്ന് പറയുന്നത് ആളുകളുടെ കയ്യിൽ കമ്പോളത്തിൽ വിൽക്കാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ വിൽക്കാൻ പറ്റാതെ കച്ചവടക്കാർ തിരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. അങ്ങനെ ഉണ്ടാകുന്ന പ്രത്യേക തരത്തിലുള്ള ഡിഫ്ലേഷൻ ആണ് ആ പോയിന്റ് വളരെ വാലിഡ് ആണ്. ഞാൻ തിരികെ എത്താം. പ്രൊഫസർ എസ് മോഹൻകുമാർ. ഡോക്ടർ മേരി ജോർജ്, വിലക്കയറ്റം അങ്ങേ ഒരു ഗുരുതര പ്രശ്നമായിട്ട് നിൽക്കുന്നു. ഇതിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാനുള്ള ഒരു തന്ത്രം മാത്രമാണോ ഈ GST പരിഷ്കരണം? ഇതൊരു സാധാരണക്കാരനെ കബളിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണോ? ഈ സംസ്ഥാനങ്ങൾ ഈ രീതിയിൽ വലിയ ഒരു ഭാരം ഏറ്റെടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ, നോക്കൂ, നിങ്ങൾക്ക് സാധാരണക്കാർക്ക് നേരിട്ട് ബാധിക്കുന്ന തരത്തിൽ നികുതി ഭാരം കുറയുകയാണ്, നിങ്ങളുടെ സേവിങ്സ് കൂടുകയാണ് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നോക്കുമ്പോൾ അതല്ലേ കൂടുതൽ സ്വാധീനിക്കാനും മനസ്സിലാക്കാനും കഴിയുക? അപർണ, എനിക്ക് ഷാബു പ്രസാദ് പറഞ്ഞ കാര്യങ്ങൾക്ക് മുതല് ഉത്തരം പറയാനുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം തന്നെ തുടങ്ങാം.
അതായത് ഇപ്പോഴത്തെ വില നിലവാരം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ തലത്തിൽ 2.07 ആണ് ഇന്നലത്തെയും ഒക്കെ വില നിലവാരം. നേരെ മറിച്ച് കേരളത്തിൽ മാത്രം അത് 9.5%-നും 10% ഇടയിലാണ്. അതായത് കേരളം വളരെ ഉയർന്ന വില കയറ്റം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രധാന കാരണങ്ങളായിട്ട് വെളിച്ചെണ്ണയുടെ വിലക്കയറ്റവും മറ്റു പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും വിലക്കയറ്റം ഇങ്ങനെ കുറഞ്ഞ ഓൾ ഇന്ത്യ തലത്തിൽ വിലക്കയറ്റം കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ GST റീസ്ട്രക്ചറിംഗ് നടത്തുക. അപർണ ഒരു എന്താ എക്കോ വരുന്നുണ്ട്, അതെന്നെ ശല്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എക്കോ ശരിയാക്കാം മാഡം, അത് പറയണം, നമുക്ക് ശരിയാക്കാം. അപ്പൊ ഞാൻ ഓക്കെ അപ്പൊ അങ്ങനെ ഇപ്പൊ എക്കോ നിന്നു. ഓക്കെ, അപ്പൊ ഈ 2.07% ഇൻഫ്ലേഷൻ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ GST റീസ്ട്രക്ചറിംഗ് നടത്തുന്നത് കൊണ്ട് അപകടമൊന്നുമില്ല. GST റീസ്ട്രക്ചറിംഗ് നടത്തിയത് എങ്ങനെയാണ്? 28% നികുതി ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളെ 18%, അതായത് 90% ഉൽപ്പന്നങ്ങളെയും 18% കൊണ്ടുവരുന്നു. അപ്പൊ ന്യായമായും ആ റീസ്ട്രക്ചറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ അതായത് ലക്ഷറി ഗുഡ്സ്, സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ലക്ഷറി ഗുഡ്സ് സാധാരണക്കാരിലേക്ക് എത്തിക്കുക. അതാണ് 28% നികുതിയെ 18% കുറയ്ക്കുമ്പോൾ സംഭവിക്കുന്നത്. എന്ന് വെച്ചാല് ഇതുവരെ അത് വാങ്ങാതിരുന്ന മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് ഇത്തരക്കാരെല്ലാം അത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തുടങ്ങും. ഇനി 18% നികുതി ഉണ്ടായിരുന്നത് 5% കൊണ്ടുവരുമ്പോൾ തീർച്ചയായും വിലയിൽ വലിയ മാറ്റം ഉണ്ടാകും. അത് ഓർക്കണം, 275ഓളം ഉൽപ്പന്നങ്ങളാണ് ഈ 18% നികുതിയിൽ നിന്ന് 5% നികുതിയിലേക്ക് വരുന്നത്. ഇത്ര വലിയ നികുതി വ്യത്യാസം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വിലയിലും വലിയ വ്യത്യാസം ഉണ്ടാകും. അപ്പോ ലോവർ ഇൻകം ക്ലാസ് മുതലുള്ള എല്ലാവരും, അതായത് ഇതുവരെ മിഡിൽ ഇൻകം ക്ലാസും അപ്പർ മിഡിൽ ഇൻകം ക്ലാസും വാങ്ങിച്ചുകൊണ്ടിരുന്ന ഈ 18% നികുതിയുള്ള സെമി ലക്ഷറി ഉൽപ്പന്നങ്ങളെ താഴ്ന്ന വരുമാനക്കാർക്ക് പോലും വാങ്ങിക്കാൻ തക്ക പരുവത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്ന് വച്ചാൽ വലിയ തോതിൽ ഡിമാൻഡിൽ വർധനവുണ്ടാകും. ഈ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഡിമാൻഡിൽ വലിയ തോതിൽ വർധനവുണ്ടാകും. അങ്ങനെ വർധനവുണ്ടാകുമ്പോൾ പ്രൊഡക്ഷൻ, അതായത് നീതി ആയോഗിന്റെ തന്നെ കണക്കുകളുണ്ട്, കോവിഡിന് ശേഷം 3,60,000 മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അടച്ചുപോയി ഇന്ത്യയിൽ നിന്ന്. അങ്ങനെ അടച്ചുപോയിരിക്കുന്ന മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, ഓർമ്മിക്കണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുന്നത് ഈ MSME മേഖലയിലാണ്. അപ്പൊ MSME മേഖലയിലേക്ക് ഈ GST റീസ്ട്രക്ചറിംഗ് മൂലം വലിയ ഒരു കുതിപ്പ്, അതായത് ഇപ്പോ നിർജീവാവസ്ഥയിൽ കിടക്കുന്ന MSMEs ഒക്കെ ഉയർത്തെഴുന്നേൽക്കാനും അവയിലൊക്കെ ഉൽപാദനം നടക്കാനും തൊഴിൽ സൃഷ്ടിക്കപ്പെടാനുമുള്ള ഒരു സാധ്യതയാണ് ഈ റീസ്ട്രക്ചറിംഗ് കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെല്ലാം നടക്കുമോ? അതാണ് ഇവിടെ പ്രതിപക്ഷം ചോദിക്കുന്നതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതായത് ഉദാഹരണത്തിന് ഞാൻ പറയാം അപർണ, അതായത് 2017 ഈ GST കൊണ്ടുവന്നതിന് ശേഷം ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ GSTയുടെ 28% ഉൽപ്പന്നങ്ങളുടെ 28% നികുതി ഉണ്ടായിരുന്ന 200-ലധികം ഉൽപ്പന്നങ്ങൾ 18% നികുതിയിലേക്ക് കുറച്ചു. സാധാരണക്കാർക്ക് വേണ്ടിയാണ്, അതായത് മിഡിൽ ഇൻകം തൊട്ട് അപ്പർ മിഡിൽ ഇൻകം പോലെയുള്ളവർക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു കുറവ് കൊണ്ടുവന്നത്. പക്ഷേ അതിന്റെ ഫലമായിട്ട് അത്തരം ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിൽ വലിയ മാറ്റം വന്നില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ 3,60,000 MSMEs അടഞ്ഞു കിടക്കുന്നു എന്ന അവസ്ഥ വരില്ലായിരുന്നു. എന്തുകൊണ്ട് വന്നില്ല? അതായത് നികുതി കുറച്ച് വില കുറയ്ക്കേണ്ട സ്ഥാനത്ത് വ്യാപാര വ്യവസായ സമൂഹം എന്തു ചെയ്തു? അവര് സാധനങ്ങളുടെ,
അതായത് എത്ര ശതമാനം നികുതി കുറച്ചുവോ അത്ര കണ്ട് സാധനങ്ങളുടെ വില ഉയർത്തി. എന്നിട്ട് ആ നികുതി വ്യത്യാസത്തിന്റെ പ്രയോജനം ജനങ്ങളിലേക്ക് എത്തിക്കാതെ, ജനങ്ങളിലേക്ക് ആ പ്രയോജനം എത്തിച്ചില്ലെങ്കിൽ അപർണയ്ക്ക് മനസ്സിലാകും, ആർക്കും മനസ്സിലാകും, അല്ല അതാണ് നമ്മൾ ആ ഒരു ഡോക്ടർ മേരി ജോർജ് ആ പോയിന്റ് അവിടെ ഉണ്ട്. അതായത് ഇങ്ങനെ ഉപഭോക്താക്കൾക്ക് ഈ നികുതി കുറച്ചതിന്റെ നേട്ടം കിട്ടുമോ ഇല്ലയോ, കുറച്ചില്ലെങ്കിൽ എന്ത് നടപടിയെടുക്കും എന്ന് വ്യക്തമായി പറയുന്നില്ല. പക്ഷേ നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതിനും കൂടെ താങ്കൾ ഉത്തരം പറയണം. അതായത് ഇതൊരു പരിഷ്കരണമാണ്, ഇതൊരു ഘട്ടം ഘട്ടമായിട്ടാണ് നടപ്പാക്കാൻ കഴിയുക. ഇനിയും പഠിക്കും, ഇനിയും തിരുത്തും, ഇനിയും ജനങ്ങൾക്ക് കൂടുതൽ എളുപ്പമുള്ളതാക്കും. അങ്ങനെയാണല്ലോ ഒരു ഭരണ സംവിധാനം വരേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതിനൊരു കാലതാമസം, അതിന് ഒരു അവധാനത അതുണ്ടാകണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണം. അതിന് അപർണ ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയട്ടെ. 2017 നവംബറിൽ തന്നെ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊരു സെമി ജുഡീഷ്യൽ ബോഡിയെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് ഈ പറയപ്പെട്ട നമുക്ക് എല്ലായിടത്തും ഉണ്ടായിരുന്ന ട്രേഡേഴ്സിനെയൊക്കെ നോക്കുന്ന നമ്മുടെ, അതായത് പാലക്കാട് മുതൽ എല്ലായിടത്തും ഉണ്ടായിരുന്നത് പോലുള്ള ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കിയപ്പോൾ വലിയ തോതിൽ നികുതി വെട്ടിയിൽ വരുമെന്നും അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി സെമി ജുഡീഷ്യൽ ബോഡിയായിട്ട് ഫോം ചെയ്തു. അങ്ങനെ ഫോം ചെയ്ത ബോഡി പക്ഷേ ഒരുപാട് ഏകദേശം 2023 വരെ നിഷ്ക്രിയമായിരുന്നു ഇന്ത്യയില്. അതായത് കേരളത്തിലടക്കം 10-700 ഉദ്യോഗസ്ഥർ ആ വകുപ്പിൽ ജോലി ചെയ്യുന്നു, കമേഴ്ഷ്യൽ ഇന്റലിജൻസിൽ. പക്ഷെ അവരാരും വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല. അങ്ങനെ 2022-23 ബജറ്റിൽ നിർമ്മല സീതാരാമൻ ഒരു ഓർഡർ ഇട്ടു. ഈ പറയപ്പെട്ട നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ വളരെ ശക്തമായി ഇടപെട്ട് ഫേക്ക് ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ആ ഫേക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ടാക്സ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്താണ് വലിയ തിരിമറി നടത്തിയിരുന്നത്. അവരെ കണ്ടെത്താനായിട്ടാണ് ഈ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ശക്തമായിട്ട് നടപടിയെടുക്കാൻ നിർമ്മല സീതാരാമൻ ആവശ്യപ്പെടുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 58,000 കോടിയുടെ ഫേക്ക് ITC അങ്ങനെ നികുതി വെട്ടിയിൽ കണ്ടെത്തുന്നു. അതിനുശേഷം 2022-23 ബജറ്റിൽ നിർമ്മല സീതാരാമൻ ഒരു മാറ്റം കൊണ്ടുവന്നു. അതായത് ITC അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ അപ്ലോഡ് ചെയ്യുന്ന വ്യാപാരിയുടെ അല്ലെങ്കിൽ വ്യവസായിയുടെ ആധാർ നമ്പർ കൂടി അപ്ലോഡ് ചെയ്യണമെന്ന്. അത് എന്തിനാണെന്ന് വെച്ചാൽ അത് ഒരു കാരണവശാലും തെറ്റായി ഫേക്ക് ITC പിന്നെ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ തന്നെ അതിനുശേഷം സംഭവിച്ചത് നമുക്കറിയാം. അതായത് ഡോക്ടർ ഐസക്കിന്റെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തില് ഈ പിന്നെ നമ്മുടെ പെരുമ്പാവൂർ ബേസ്ഡ് ആയിട്ടുള്ള 4-5 ഫാക്ടറികൾ, അതായത് പ്ലൈവുഡ് ഫാക്ടറികൾ 5 കോടിയുടെ ഫേക്ക് ITC ചാർജ് ചെയ്തതായിട്ട് കണ്ടുപിടിക്കുന്നു. അത് ഈ പറയപ്പെട്ട കമേഴ്ഷ്യൽ ഇന്റലിജൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിച്ച് എങ്ങനെയാണ് ഫേക്ക് ITC എന്ന് വെച്ചാൽ എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ആധാർ ഉണ്ട്, പക്ഷെ അത് യഥാർത്ഥത്തിൽ ഇവരൊന്നും ഈ കമ്പനികൾ നിലനിൽക്കുന്നില്ല. ഈ കമ്പനികൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ITCയില് കാണിച്ചിരിക്കുന്നത് ആധാർ നമ്പേഴ്സ് ഉള്ളതാണ്. പക്ഷെ ആ ആധാർ നമ്പറിന്റെ ഉടമകൾക്ക് ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി അറിവ് പോലുമില്ലാത്ത പാവപ്പെട്ട ഉടമകൾ. അപ്പൊ ഇങ്ങനെ ഒരുപാട് GST വെട്ടീര് ഇന്ത്യയിലും കേരളത്തിലും ഇപ്പോഴും നടക്കുകയാണ്. അതായത് ഫാസ്ടാഗ് ട്രക്ക് ഒരു സ്ഥലത്ത് നിന്ന് പോകുമ്പോ ഉൽപ്പന്നം ഞാൻ ചോദിക്കുന്നത് ശ്രീ ഷാബു പ്രസാദിലേക്ക് പോകുന്നതിന് മുമ്പ് ചോദിക്കുന്ന ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സാധാരണക്കാരനെ കബളിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് പറയുകയാണോ ഇങ്ങനൊരു U-turn എന്ന് ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷം. എന്നാൽ അതേസമയത്ത് ഘട്ടം ഘട്ടമായി ഞങ്ങൾ നടപ്പാക്കുന്ന പരിഷ്കരണത്തിന്റെ ഭാഗമാണ് ഇതെന്ന് പറയുകയും ചെയ്യുന്നു. നേരത്തെ പ്രൊഫസർ S മോഹനകുമാർ പറഞ്ഞതുപോലെ ഫെഡറലിസത്തെ തകർക്കുന്ന ഒരു കാര്യം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടത്തിക്കൊണ്ട് ഈ ബാധ്യത കേന്ദ്ര സർക്കാരിന് പ്രസ്താവന നടത്തിയാൽ മതി, പ്രഖ്യാപനം നടത്തിയാൽ മതി, ബാധ്യത മുഴുവൻ എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ്. അങ്ങനെ ബാധ്യത സംസ്ഥാന സർക്കാരുകളെ തലയിലിട്ട് കൊടുക്കുക, തെരഞ്ഞെടുപ്പിൽ ഈ പ്രഖ്യാപനം സാധാരണക്കാരിലെത്തി എന്ന് പറഞ്ഞുകൊണ്ട് നേട്ടം കൊയ്യുക, അങ്ങനെ ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു.
അത് ആ ഒരു ആരോപണത്തോടു കൂടി അനുകൂലിക്കുകയാണോ? ഇപ്പൊ പറഞ്ഞ പോലെ പല പദ്ധതികളും കൊണ്ടുവന്നു നടപ്പായില്ല എന്ന് പറയുന്നതിൽ അതാണോ പറയുന്നത്? അപർണ, ഞാൻ തീർച്ചയായിട്ടും ഷാബു പ്രസാദിനെ 100% അംഗീകരിക്കുക. ഈ ഒരു നയമാറ്റത്തിൽ ഉണ്ടായ നന്മയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ആ നന്മയെ മുഴുവനും കെടുത്തിക്കളയുന്ന രീതിയിലാണ് ഇവിടുത്തെ വ്യാപാരി വ്യവസായി സമൂഹവും സംസ്ഥാനങ്ങളിലെ കമേഴ്ഷ്യൽ ഇന്റലിജൻസ് വിങ്ങും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോ ഈ പ്രത്യേകിച്ച് നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പൊ ഇലക്ഷൻ വരാനിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന്, അതായത് ഈ റീസ്ട്രക്ചറിങ്ങിനെ പറ്റി GST കൌൺസിലുമായിട്ട് പോലും ചർച്ച ചെയ്യാതെയാണ് ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ അനൗൺസ്മെന്റ് നടത്തുന്നത്. അതിനുശേഷമാണ് GST കൌൺസിലുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോ ഇതിനൊരു ഹിഡൻ അജണ്ടയുണ്ട്. ആ ഹിഡൻ അജണ്ട തീർച്ചയായിട്ടും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ഒരു അജണ്ടയാണ്. അപ്പൊ ഇതിന്റെ നല്ല വശങ്ങൾ നമ്മൾ കാണണം. അതോടൊപ്പം തന്നെ ഈ ഹിഡൻ അജണ്ട പ്രതിപക്ഷം തീർച്ചയായിട്ടും ആ ഹിഡൻ അജണ്ട കണ്ടിരിക്കും. അതനുസരിച്ചായിരിക്കും അവരിതിനെ വിമർശിക്കുക. ഉണ്ടാകുന്ന വലിയ നികുതി നഷ്ടം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നികുതി നഷ്ടം തീർച്ചയായിട്ടും സെസ് വഴിയായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണം തൽക്കാലം. അതായത് ഇതിനകത്തുള്ള ലൂപ്പ് ഹോൾസ് ഒക്കെ പ്ലഗ് ചെയ്യുന്നത് വരെ തീർച്ചയായിട്ടും നികുതി നഷ്ടം സംസ്ഥാനങ്ങൾക്കുണ്ടാകും. അപ്പൊ അത് കൊടുക്കാനുള്ള എന്താ പറയുക, ഫെഡറൽ തത്വം അത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കണം. ഓർമ്മിക്കണം, CAG-യുടെ 2023 റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ അറിയാം. അന്ന് GST കൊണ്ടുവന്ന സമയത്ത് സംസ്ഥാനങ്ങൾക്ക് അവർക്ക് വരുന്ന നഷ്ടം നികത്താനുള്ള ഫണ്ട് കൊടുക്കാൻ സെസ് ഏർപ്പെടുത്തിയിരുന്നു. ആ സെസ് വഴി പിരിച്ച ഫണ്ടിന്റെ ഒരു നല്ല ഭാഗം സെൻട്രൽ ഗവൺമെന്റ് ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിൽ നിന്ന് മാറ്റി മറ്റാവശ്യങ്ങൾക്ക് എടുത്തതായിട്ട് CAG തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2023 റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പൊ അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. അങ്ങനെ പാടില്ല. ഒരു കാര്യം കൂടി, അതായത് സംസ്ഥാനങ്ങളാണ് ഒരു സംസ്ഥാനത്തെ ചെലവിന്റെ 63% നിർവഹിക്കുന്നത് സംസ്ഥാനങ്ങളാണ്. പക്ഷേ ആകെ ആ ഒരു സംസ്ഥാനത്ത് നിന്ന് അവർക്ക് അവകാശപ്പെട്ട വരുമാനം കേന്ദ്രം പിരിക്കുന്നത് ഡയറക്ട് ടാക്സസ്, GST സംസ്ഥാനങ്ങളും കേന്ദ്രവും പിരിക്കുന്നു. അങ്ങനെയൊക്കെ എല്ലാ തരത്തിലും കിട്ടുന്ന റവന്യൂ 37% സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. മറിച്ച് 63% ചെലവുകളും സംസ്ഥാനങ്ങളാണ് നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഇപ്പൊ തന്നെ GST കൌൺസിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന പോലെ ഇതുവഴി ഉണ്ടാകുന്ന തൽക്കാല നഷ്ടം നികത്തി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് അർഹതയുണ്ട്. മാത്രവുമല്ല, ഇപ്പൊ GST കൌൺസിൽ ആവശ്യപ്പെടുന്നത് പോലെ ഇപ്പൊ 50-50 ആണ് GSTയുടെ ഷെയറിങ്. അത് 55% സംസ്ഥാനങ്ങൾക്കും 45% കേന്ദ്രത്തിനും എന്ന രീതിയിലുള്ള ഒരു റീസ്ട്രക്ചറിങ് അനിവാര്യമാണ്. അത്രയും തയ്യാറാവുകയാണ് പ്രധാനമന്ത്രിയെങ്കിൽ നമുക്ക് അദ്ദേഹം പറയുന്നത് ശരിയെന്ന് സമ്മതിക്കാം. ശ്രീ ഷാബു പ്രസാദ്, ഇതിനകത്ത് ഒരു ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് പറയുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം GST കൌൺസിൽ അറിയാതെ എടുത്ത ഒരു തീരുമാനം, കൌൺസിലുമായി ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനം. ഈ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിക്കുന്നു, അത് ഒപ്പോസിഷനും പറയുന്നുണ്ട്. കാരണം ഈ നിർദ്ദേശങ്ങളൊക്കെ വർഷങ്ങളായിട്ട് പ്രതിപക്ഷവും കോൺഗ്രസും പറയുന്ന കാര്യമാണ്. അന്ന് അംഗീകരിക്കാത്തവർ ഇപ്പോഴത് അംഗീകരിക്കുമ്പോൾ ആ നിർദ്ദേശങ്ങൾ ഇപ്പോഴെങ്കിലും അംഗീകരിച്ചല്ലോ എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഇത്രയും കാലം ഡിലേ ഉണ്ടാക്കി എന്നുള്ള ചോദ്യത്തിന് ഈ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പഠിച്ചു വരികയാണല്ലോ. ഈ 9 വർഷം മുൻപ് തന്നെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞതാണല്ലോ, അന്ന് കേട്ടില്ലല്ലോ, അന്ന് നികുതി ഭാരം ജനങ്ങളുടെ തലയിൽ വെച്ചു കൊടുത്തത് എന്തിനാണ്, ഇത്രയും കാലം കഴിഞ്ഞിട്ടാണോ തിരുത്തുന്നത് എന്നുള്ളൊരു ചോദ്യം. തിരുത്തുന്ന സമയം പല സംസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പ് വരുന്ന സമയമാണ്. അപ്പോൾ ഈ പ്രഖ്യാപനം നടത്തുക, ഈ ബാധ്യത സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് കൊടുക്കുക, സംസ്ഥാനങ്ങൾ വരുമാന നഷ്ടത്തിൽ പെടുമ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകാതിരിക്കുക, ഈ ക്രെഡിറ്റ് സാധാരണക്കാർക്ക് വളരെ നികുതി ഭാരം കുറച്ചു കൊടുത്തു എന്നുള്ളൊരു ക്രെഡിറ്റ് ഏറ്റെടുക്കുക, അതിൽ ഹിഡൻ അജണ്ടയില്ലേ എന്ന് ചോദിച്ചു പോലെ. അല്ല, ഇപ്പം സാധാരണക്കാരന് ഗുണം കിട്ടുന്ന ഒരു കാര്യം കേന്ദ്ര സർക്കാർ ചെയ്യുമ്പോൾ അതെന്തോ വലിയ ഗൂഢാലോചനയാണ് എന്നൊക്കെ വിചാരിക്കട്ടെ, എത്രയല്ലേ പറയുന്നത്. അല്ല, അത് നേരത്തെ ചെയ്തുകൂടായിരുന്നോ എന്നുള്ളതാണ്, അതാണ് ചോദ്യം. നേരത്തെ അതാണല്ലോ ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ പറഞ്ഞത്.
ഏത് ലോകത്തിൽ ഒരു പരിഷ്കരണവും ഒരു 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 സുപ്രഭാതത്തിൽ ആ തുടക്കത്തിൽ ഉണ്ടാകുന്നില്ല. അത് പടിപ്പടിയായിട്ടാണ് മാറുന്നത്. ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ ലോകത്ത് എന്ത് പരിഷ്കരണങ്ങളും വന്നിട്ടുള്ളൂ. ഏത് കാര്യങ്ങളും അങ്ങനെ വന്നിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ ഭരണഘടന പോലും 100-ലധികം പ്രാവശ്യം അമെൻഡ് ചെയ്തതാണ്. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുന്നു. അപർണ, ഈ രാജ്യത്ത് എപ്പോഴും ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നേ. ഒരു വർഷം ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിൽ 2-3 തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും. ഇപ്പൊ ബീഹാർ ഇലക്ഷനാണ് അടുത്ത മാസം. അത് കഴിഞ്ഞ് 6 മാസം കേരള, തമിഴ്നാട്, ആസാം, ബംഗാൾ ഇലക്ഷനാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ്? ജാർഖണ്ഡോ ഇവിടെ ഇങ്ങനെയുള്ള അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗത്തും എപ്പോഴും തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സർക്കാരിന് ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ പറ്റുമോ? ഇതുകൊണ്ടും കൂടെയാണ് പറയുന്നത് ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഇതും കൂടെയാണ്. നിങ്ങൾ ഈ പറഞ്ഞതാണ്, എപ്പോഴും ഈ രാജ്യത്ത് എവിടെങ്കിലുമൊക്കെ ഇലക്ഷൻ ഉണ്ടാവും. എവിടെ ഉണ്ടാവും? അങ്ങനെ ഇലക്ഷൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ ഇലക്ഷൻ മുതലെടുപ്പാണോ എന്ന് ആരോപിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന സുപ്രധാനമായ തീരുമാനങ്ങൾ മാറ്റിവെക്കാം. അല്ല, ശ്രീ ഷാബു പ്രസാദ്, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഫെഡറലിസത്തെ തകർക്കുന്ന രീതിയിലേക്കുള്ള നടപടിയിലേക്ക് പോയി. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സംസ്ഥാനങ്ങളുടെ തലയിൽ വലിയ ബാധ്യത, കേന്ദ്ര സർക്കാരിന് ബാധ്യതയില്ല. ഈ പ്രഖ്യാപനത്തിന്റെ ആ ലൈംലൈറ്റ് മാത്രമേ ഉള്ളൂ. ബാധ്യത സംസ്ഥാന സർക്കാരുകൾക്കാണ്. പറഞ്ഞു ഇതിന്റെ വിഹിതം കേന്ദ്ര ഗവൺമെന്റിനോട് കിട്ടുന്നതല്ലേ? ആ നഷ്ടം കേന്ദ്ര ഗവൺമെന്റിനല്ലേ? അതവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ. നമ്മൾ ഈ ഫെഡറൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് വായ്ത്താരിയുണ്ട്. അപർണ, നമ്മുടെ ഭരണഘടനയിൽ ഫെഡറൽ സിസ്റ്റം എന്നൊരു വാക്കുപോലും ഇല്ല. നമ്മുടേത് ഈ പറയുന്ന മാതിരി ഒരു യഥാർത്ഥ ഫെഡറൽ സിസ്റ്റം അല്ല. ഈ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്, ഇപ്പൊ ശരിക്കുള്ള ഒരു ഐഡിയൽ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയുടേത് പെർഫെക്റ്റ് ഫെഡറൽ സിസ്റ്റമാണ്. ഫെഡറൽ ഗവൺമെന്റ് എന്ന് തന്നെയാണ് അതിന് പറയുന്നത് തന്നെ. അവിടെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ നിയമമുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും വധശിക്ഷ അനുവദിക്കുന്ന, വധശിക്ഷ ഉള്ള സംസ്ഥാനങ്ങളുണ്ട്, വധശിക്ഷ ഇല്ലാത്ത സംസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ അതാണ് ശരിക്കും ഫെഡറൽ. നമ്മുടേത് ഫെഡറൽ സിസ്റ്റം അല്ല യഥാർത്ഥത്തിൽ. നമ്മൾ പിന്നെ നമ്മുടെയൊക്കെ ഓരോ സൗകര്യത്തിന് ഇങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. ആ സെൻട്രൽ ഗവൺമെന്റിന്റെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. അത് തന്നെയാണ്. പിന്നെ സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് പല കാര്യങ്ങളും. ജനങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊരു ഫെഡറൽ സിസ്റ്റം അല്ലെന്നൊക്കെ വിളിച്ചു പറയുന്നത് അറിഞ്ഞുകൊണ്ടാണ് മാഡം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നല്ല വളരെ വ്യക്തമായ ബോധത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയിൽ ഫെഡറൽ എന്നൊരു വാക്കുണ്ടോ മാഡം? നമ്മുടെ ശ്രീ ഷാബു പ്രസാദ്, ഭരണഘടനയുടെ 7ാമത്തെ ഷെഡ്യൂളിൽ ഡിവിഷൻ ഓഫ് പവർ ഉണ്ട്. അത് കേന്ദ്രവും ഫെഡറൽ സംവിധാനമല്ലേ? അത് ഫെഡറൽ സംവിധാനമല്ലേ? ഈ കൃത്യമായ വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും ആ ഡിവിഷൻ ഓഫ് പവർ ഫെഡറൽ സംവിധാനമല്ലേ? നമുക്ക് നമ്മുടെ സൗകര്യം പോലെ പലതും വ്യാഖ്യാനിക്കാം പറഞ്ഞ. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ ഫെഡറൽ സിസ്റ്റം എന്നൊരു വാക്കില്ല, അങ്ങനെ ഒരു നിർവചനവും ഇല്ല. ഡിവിഷൻ ഓഫ് പവേഴ്സ് കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല. അങ്ങനെ ഒരു വാക്ക് ഭരണഘടനയിൽ ഇല്ല. ഞാനതേ പറഞ്ഞുള്ളൂ. ഇവിടെ ശരിക്ക് അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് തന്നെയാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നാം അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സർക്കാരിന്, കേന്ദ്ര ഗവൺമെന്റിന് ഇതുപോലെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത്. ഇതൊരു ഫെഡറൽ സിസ്റ്റം അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇത് ഭരണഘടനാപരമായി, നിയമപരമായി, ലീഗലായി ഈ പറയുന്ന പോലെ ഫെഡറൽ സിസ്റ്റം ആയിരുന്നു എങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് കഴിയുന്നു? അത് ഫെഡറൽ സിസ്റ്റം അല്ലാത്തത് കൊണ്ട് തന്നെ. ഞാൻ നല്ല മാഡത്തിനോട് ഞാൻ പറയുന്നത് എല്ലാ ബഹുമാനത്തോടും കൂടിയാണ് പറയുന്നത്. നല്ല വ്യക്തമായ തെളിഞ്ഞ ബോധത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യം ഒരുപാട് വൈവിധ്യ സമ്പന്നമായ രാജ്യമാണ്. ഒരുപാട് പലതരത്തിലുള്ള ഭാഷാപരമായും ഭക്ഷണപരമായും അങ്ങനെ വളരെ വളരെ വലിയ വൈവിധ്യങ്ങളുള്ള രാജ്യമാണ്. ആ വൈവിധ്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിയമങ്ങളും ഓരോ എല്ലാം ഇവിടെ ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നൊരു സിസ്റ്റമാണിത്. ഇപ്പം അതുകൊണ്ട്
അവിടെയാണ് ഈ പറഞ്ഞ പോലെ ഫെഡറൽ സിസ്റ്റത്തിനെ തകർക്കുന്നു എന്ന വാദത്തിന് വലിയ അടിസ്ഥാനമൊന്നുമില്ല എന്ന് പറയുന്നത്. പിന്നെ മാഡം പറഞ്ഞ മറ്റൊരു കാര്യം, അത് തീർച്ചയായിട്ടും അംഗീകരിക്കുന്ന കാര്യമാണിത്. അതായത് ഇപ്പൊ പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് വല്ല ഈ സംസ്ഥാനങ്ങളുടെ വരുമാനങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും ഇരുന്ന്, അതായത് ഇവിടെ GST കൗൺസിലുണ്ട്, അത് ഇരുന്ന് ചർച്ച ചെയ്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യം, വേണ്ട രീതിയിൽ അതിൻ്റെതായ റെമഡീസ് കണ്ടെത്തേണ്ടതാണത്. അതൊക്കെ അതിനൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നമുക്ക് അതിനുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്, GST കൗൺസിലുണ്ട്, നിയമസഭയുണ്ട്, ലോക്സഭയുണ്ട്, അവിടെ സംസാരിക്കാൻ അവകാശങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതല്ലേ നമ്മുടെ ജനാധിപത്യ എന്ന് പറയുന്നത്. മാധ്യമങ്ങളുണ്ട്, മാഡത്തിനെ പോലെയുള്ള വിദഗ്ധരായ സാമ്പത്തിക വിദഗ്ധരുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് ഈ ഒരു ടോട്ടൽ അങ്ങനെ ഒരു സമവായത്തിലെത്തി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകേണ്ടത്. അവിടെ ശരി, ഞാൻ തിരികെ എത്താം. ശ്രീ പ്രൊഫസർ എസ് മോഹനകുമാർ, ഈ ക്വാസി ഫെഡറൽ സിസ്റ്റം ആണ് ഇന്ത്യയിൽ എന്ന് അറിയാത്ത ഒരാളൊന്നും അല്ല ശ്രീ ഷാബു പ്രസാദ്. അദ്ദേഹം അതിന്റെ രാഷ്ട്രീയപരമായിട്ട് പറയുന്നതാണ്. പക്ഷേ ഒരു വശത്ത് നോക്കുമ്പോൾ ഇതിന് ഒരു ഭാഗമുള്ളത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ ധനനയത്തെ ബാധിക്കുന്നതാണെങ്കിൽ അത് എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന തരത്തിലാണല്ലോ ഇത് പോകുന്നത് എന്നുള്ള കാര്യമുണ്ട്. മാത്രമല്ല ഈ സംസ്ഥാനങ്ങളുടെ ഇതൊഴികെ മറ്റ് നിർദ്ദേശങ്ങളെ പ്രതിപക്ഷമടക്കം കോൺഗ്രസ് അടക്കം അത് അംഗീകരിക്കുന്നുമുണ്ട്. കാരണം ഈ നികുതി ഭാരം ഇങ്ങനെ കുറയ്ക്കേണ്ടതാണ് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണെന്ന് പറയുന്നത് കൊണ്ട് ഈ മാറ്റത്തെ മോശമായി കാണുന്നില്ല, ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ വിഷയം ഈ ഫെഡറൽ സംവിധാനമാണ്. അതിന് ശ്രീ ഷാബു പ്രസാദിനുള്ള മറുപടി. അപർണ, ഇതിനകത്ത് ഈ ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തെ കുറിച്ചുള്ള ചർച്ച നമ്മുടെ ഈ വേദിയിൽ ചെയ്യുന്നത് വളരെ അപക്വമായിരിക്കും. സ്കൂൾ ടെസ്റ്റ് ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന വായിക്കണ്ട. ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, ഇന്ത്യ ഈസ് എ സെൻട്രൽ ഗവൺമെന്റ് എന്നൊരു വാക്കില്ല. ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിലെ അവകാശങ്ങൾ മുഴുവനും സ്റ്റേറ്റിന് മാത്രമുള്ളതാണ്. സെൻട്രൽ ലിസ്റ്റിലുള്ളതാണ് സെൻട്രൽ ലിസ്റ്റ്. ഡിഫൻസ് ഒക്കെ സെൻട്രൽ ഗവൺമെന്റ് മാത്രം തീരുമാനമാണ്. കേന്ദ്ര സർക്കാർ, യൂണിയൻ ഗവൺമെന്റ്, നോട്ട് സെൻട്രൽ ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ് തീരുമാനം എടുക്കുന്നതാണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞാൽ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ആക്കിയത്. കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് ശ്രമിക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ പരമാവധി എടുത്ത് കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാരും ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ക്രമേണ അത് സെൻട്രൽ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കേന്ദ്രീകൃത സ്വഭാവം ആക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ആ ചർച്ച ഇപ്പൊ ഇവിടെ നടത്തേണ്ട, ആ ചർച്ചയിലെ അല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, നോക്കൂ, ഒരു വ്യാപാരം, ഒരു കച്ചവടം, GST എന്ന് പറയുന്നത് ഒരു പണമിടപാടാണ്. ആ പണമിടപാടിൽ ഒരാളിന് കേന്ദ്ര സർക്കാർ കേന്ദ്ര ധനകാര്യ മന്ത്രി തന്നെ സമ്മതിച്ചു, ഇനിയുള്ള 2025-26 ഏറ്റവും കുറഞ്ഞത് 45,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകും. ഒരാളിന് ഒരു കച്ചവടത്തിൽ നഷ്ടമുണ്ടായാൽ ആ ലാഭം ആർക്കെങ്കിലും ഉണ്ടാവണമല്ലോ. ഒരാൾ നഷ്ടമുണ്ടായാൽ മറ്റൊരു ലാഭം ഉണ്ടാവാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് ഒരു വർഷത്തെ എടുത്താൽ കേന്ദ്ര സർക്കാരിന്റെ SB കണക്കുകൂട്ടി കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ട് 85,000 കോടി രൂപയാണ്. ആദ്യം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിതി ആയോഗിന്റെ ഒക്കെ മറ്റു കണക്കുകൾ പ്രകാരം അത് 1.5 കോടി മുതൽ 2 കോടി വരെ ആവാന്ന് പറഞ്ഞു. 2 കോടി രൂപ ഒരു വർഷം GST സ്ട്രക്ചർ മാറ്റിയത് കൊണ്ട് നഷ്ടമുണ്ടാവുകയാണെങ്കിൽ ആ നഷ്ടം ആരുടെ ലാഭമായി മാറും? ഈ ലാഭം ആർക്കാണ്? ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ ഈ GST കൊണ്ടുവന്ന കാര്യങ്ങളെ ചർച്ച ചെയ്യേണ്ടതിന്റെ ഒരു രാഷ്ട്രീയം കിടക്കുന്നത്. അടുത്ത മാസങ്ങളിലായി 2022 6 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ഈ 6 സംസ്ഥാനങ്ങളിൽ നടക്കുന്നതിൽ ആസാം ഉൾപ്പെടെയുള്ള 2 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സർക്കാരുകൾ ഭരിക്കുന്നുള്ളൂ. ബാക്കി കേരളം ഉൾപ്പെടെയുള്ള ബാക്കി 4 സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളാണ്. ഈ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് കേരളത്തിന്റെ കാര്യം എടുത്തു, ലോട്ടറിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന 2 ലക്ഷം കുടുംബങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഏകദേശം 44 ലക്ഷം കുടുംബങ്ങൾക്ക് കാരുണ്യ പദ്ധതി പ്രകാരം സഹായം കൊടുക്കുന്നത് ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം എടുത്തിട്ടാണ്. 100 രൂപയ്ക്കുള്ള ലോട്ടറി വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ ടാക്സ് 28%, GST 28% നിന്നും 40% വർദ്ധിപ്പിച്ചത് വഴി 100 രൂപയ്ക്കുള്ള ലോട്ടറി വിറ്റ് കഴിഞ്ഞാൽ 4 രൂപ ഡയറക്റ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിന് പോവുകയാണ്. ഇത് ആർക്കുള്ള നഷ്ടമാണ്? ഇവിടെ അതല്ല നമ്മുടെ വിഷയം. നോക്കൂ, ഇവിടെ നമ്മൾ പറയുന്നത് 28% നിന്നും 18% നമുക്ക് ടയർ ഇൻഡസ്ട്രിയുടെ കാര്യം കൊടുക്കാം. ടയർ ഇൻഡസ്ട്രിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണ് റബ്ബറിന്റെ കാര്യം.
ടയറിന്റെ GST ട്രക്കിൽ ഓടുന്ന ഒരു ടയറിന് ഇന്ന് 20,000 രൂപ വരെയുണ്ട്. അതിന്റെ GST എന്ന് പറയുന്നത് 28% അത് 18% കുറച്ചു. ഒരു ട്രക്ക് ടയർ വിൽക്കുമ്പോൾ കേരളത്തിന് ഏറ്റവും കുറഞ്ഞത് 1000 രൂപ GST ആയിട്ട് കിട്ടുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വീതം മാറ്റിവെച്ചാൽ. ആ 1000 രൂപ എന്ന് പറയുന്നത് ഇന്ന് ഏകദേശം 750 രൂപയായി കുറയുകയാണ്. ഈ 250 രൂപ ആർക്ക് കിട്ടും? ഇത് വളരെ വലിയ കാർട്ടൽ സിസ്റ്റം നിലനിൽക്കുകയാണ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ. നമ്മൾ ആപ്പിളിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളുടെയോ HP-യുടെയോ ഒക്കെ കമ്പ്യൂട്ടർ വാങ്ങുള്ളൂ. ഏതെങ്കിലും ലോക്കൽ പ്രൊഡ്യൂസർ കമ്പ്യൂട്ടർ കൊണ്ടൊന്നും വാങ്ങില്ല. ടയർ ഇൻഡസ്ട്രി നമ്മൾ ടയർ വാങ്ങാൻ പോകുമ്പോൾ MRF-ന്റെയോ ഡൺലപ്പിന്റെയോ ജാക്കിയുടെ ടയറെ വാങ്ങുള്ളൂ. അതൊക്കെ ബ്രാൻഡ് ലോയൽറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് കാർട്ടൽ സിസ്റ്റത്തിലൂടെ സാധനങ്ങളുടെ വില ഒരുമിച്ച് വർദ്ധിപ്പിക്കുന്നതാണ്. ഇതൊന്നും നാളെ 18% ആക്കിയാൽ ഈ 28 ആക്കിയതുകൊണ്ട് സർക്കാരിന് കിട്ടേണ്ട പണം നേരെ വ്യവസായികളുടേതായിട്ട് മാറും. ഇനിയിപ്പോ ഇലക്ടോറൽ ബോണ്ട് പുറപ്പെടുവിക്കാൻ പറ്റില്ല. നമുക്ക് പണം സ്വരൂപിച്ചേ പറ്റുള്ളൂ ഇലക്ഷന്. ഈ പണം സ്വരൂപിക്കുന്ന 2 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത് ലാഭമായി മാറുകയാണ്. ഇത് ആരുടെ ലാഭമാണെന്ന് നമുക്ക് ആലോചിക്കാനേ ഉള്ളൂ. മറ്റൊരു കാര്യം നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്, GST കൗൺസിലിൽ ചർച്ച ചെയ്തപ്പോൾ ഈ ഉണ്ടാകുന്ന നഷ്ടം സംസ്ഥാന സർക്കാരുകളുടെ ധനകാര്യ മന്ത്രിമാരും റവന്യൂ മിനിസ്റ്റർമാരും ഇരുന്നുള്ളതാണല്ലോ, കേന്ദ്രമന്ത്രിയും ചേർന്നാണല്ലോ GST കൗൺസിൽ. അവർ ചർച്ച ചെയ്തിട്ട് ആലോചിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ധനകാര്യമന്ത്രി പറഞ്ഞു നമുക്ക് വോട്ടിനിടാം. വോട്ടിനിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരാജയപ്പെടും. കാരണം ഭൂരിപക്ഷം സർക്കാരുകളും മന്ത്രിമാരും സംസ്ഥാനത്ത് നിന്ന് വന്നിരിക്കുന്നത് BJP-യോ BJP-യുടെ അനുകൂല ഗവൺമെന്റുകൾ ഭരിക്കുന്നിടത്തുമാണ്. പരാജയപ്പെടുമെന്ന് അറിയാം. അവിടെ വെച്ച് ഇത് പരിഹരിക്കാനുള്ള ഒരു ചർച്ചയും കൊണ്ടുവന്നില്ല. അപ്പൊ ഈ സംസ്ഥാനങ്ങൾ കൊണ്ട് ഈ നമ്മുടെ ലോട്ടറിയുടെ ഒരു ഉദാഹരണം എടുത്താൽ തന്നെ എത്ര കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് മാറുന്നത്? 62 ലക്ഷം. ശ്രീ മോഹൻകുമാർ, ഒരു കാര്യം, ഇതിനകത്ത് ഈ നഷ്ടപരിഹാരം 5 വർഷം കൂടി നീട്ടണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത് നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ പോലെ ഘട്ടം ഘട്ടമായി പരിഹരിക്കുകയാണ്. ഇതൊരു പരിഹരിക്കുന്ന രീതിയിലേക്ക് പോകാനുള്ള സാധ്യത കണക്കാക്കുന്നുണ്ടോ? ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ സംസ്ഥാനങ്ങൾ GST കൗൺസിലിൽ നിന്ന് വിട്ടു നിൽക്കാൻ തയ്യാറാകുമോ? അങ്ങനെ ഒരു കാര്യം GST കൗൺസിലിൽ നിന്ന് വിട്ടു നിൽക്കാൻ 122ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് GST കൗൺസിൽ. അതിൽ നിങ്ങൾക്ക് വിട്ടു നിൽക്കാൻ കഴിയില്ല. 2017 അരുൺ ജെയ്റ്റ്ലി ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ആഗോളവൽക്കരണത്തിന് വിദേശ മൂലധനം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ മൂലധനങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടാക്സേ പാടുള്ളൂ, അങ്ങനെയാണെങ്കിലേ മൂലധന നിക്ഷേപം ഇന്ത്യയിൽ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് സംസ്ഥാനങ്ങളെ അയോജിപ്പിച്ചെടുത്ത് അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അരുൺ ജെയ്റ്റ്ലി ഇത് കൊണ്ടുവന്നത്. പക്ഷെ അരുൺ ജെയ്റ്റ്ലി ഇപ്പോ ഇല്ല. ഇപ്പൊ നിർമ്മല സീതാരാമൻ പറയുന്നത് ഇത് പറ്റില്ല എന്നുള്ളതാണ്. എന്നിട്ട് മറ്റൊരു കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ 62 ലക്ഷം ആളുകൾക്ക് മാസം 1600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നു. മറ്റനേകം കാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം നിന്നുപോകും. ഇതിനെല്ലാമുള്ള വരുമാനമാണ് ഈ ഏകദേശം 8,000 കോടി രൂപ വരെ വരും. 33,000 രൂപ ടാക്സായി പിരിച്ചെടുക്കുന്നു ഒരു ഭാഗത്ത്. GST-യുടെ 100 രൂപ GST പിരിച്ചാൽ 50 രൂപ സംസ്ഥാനത്തിന് കിട്ടും. ശേഷിക്കുന്ന 50 രൂപ കേന്ദ്ര സർക്കാരിന് പോവുകയില്ല. അതിൽ നിന്ന് 41% വീണ്ടും അതിന്റെ കേരളത്തിന് കിട്ടുന്ന 1.96 അതിന്റെ ഒരു കണക്കൂട്ടി എടുക്കുമ്പോൾ ഏകദേശം 20% വീണ്ടും കേന്ദ്രത്തിന് കിട്ടുന്നതിന് സംസ്ഥാനത്തിന് വരും. അവിടെയും കുറവ് വരുന്നു. 2 തരത്തിലുള്ള കുറവാണ് വരുന്നത്. 15ാം ധനകാര്യ കമ്മീഷന്റെ തീർപ്പ് പ്രകാരം, ഇനി വരാൻ പോകുന്ന 16ാം ധനകാര്യ കമ്മീഷന്റെ തീർപ്പ് പ്രകാരം 41 കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന വരുമാനത്തിന്റെ 41% സംസ്ഥാനങ്ങൾക്കുള്ളതാണ്. ഈ 41% ടാക്സ് കുറയുമ്പോൾ അത് വീണ്ടും കുറയുകയാണ്. 2 രീതിയിലുള്ള അടിയാണ് സംസ്ഥാന സർക്കാർ കിട്ടുന്നത്. ഇവിടെയാണ് ശ്യാമപ്രസാദ് പറഞ്ഞ കാര്യം വളരെ ശരിയാവുന്നത്. കാരണം ഇന്ത്യയിലെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഫെഡറൽ സംവിധാനത്തെ തകർക്കുകയും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിൽ വരികയും മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഒരു സാമന്ത രാജ്യങ്ങളെ പോലെ അങ്ങോട്ട് കപ്പം കൊടുത്ത് നിൽക്കുന്ന സാമന്ത രാജ്യങ്ങളായി ഒരു തരത്തിലുള്ള അധികാരങ്ങളും ഇല്ലാത്തതായി മാറാനുള്ള ഒരു സാധ്യത ഈ GST എന്ന് പറയുന്ന ഇതിലൂടെ നമ്മൾ കാണണം. ഇതിൽ നമ്മൾ കാണുന്ന പോലെ GST എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്നുള്ള അല്ല ചർച്ച. ഈ പൊളിറ്റിക്കൽ എക്കോണമി, ഈ രാഷ്ട്രീയം
റൈറ്റ് പ്രൊഫസർ എസ് മോഹനകുമാർ അദ്ദേഹത്തിന്റെ ഇത് ഡോക്ടർ മേരി ജോർജ്, ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ ആയുധമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ നടത്തുന്ന പദ്ധതികളെപ്പോലും സംസ്ഥാന സർക്കാർ ആ പേര് മാറ്റി ലേബൽ മാറ്റി ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ BJP ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെയാണ്. ഇതിന് ഉപോത്ബലകമായിട്ടൊക്കെ തന്നെയാണ് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത്. ഡോക്ടർ എസ് മോഹനകുമാർ അതിന് മറുപടി പറയുകയും ചെയ്തത്. ഡോക്ടർ മേരി ജോർജ്. അതായത് സത്യത്തില് ഈ ഫെഡറൽ പ്രിൻസിപ്പിൾസിന് അല്ലെങ്കിൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതും ഒരർത്ഥത്തിൽ ഫെഡറൽ പ്രിൻസിപ്പിൾസ് തന്നെയാണ്. അവിടെ ഉപയോഗിക്കുന്ന വാക്കുകളിൽ മാത്രമാണ് മാറ്റമുള്ളത്. ഇപ്പോഴും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതായത് BJP ഗവൺമെന്റ് വന്നതിന് ശേഷം സംസ്ഥാനങ്ങളോട്, അത് പ്രത്യേകിച്ച് BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളോട്, അത് നോക്കുമ്പോൾ ഇപ്പൊ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് BJPയുടെ ഭരണം കുറവുള്ളത്. അപ്പൊ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം നമ്മൾ 15ാം ധനകാര്യ കമ്മീഷന്റെ അവാർഡ് നോക്കിയാൽ മതി. 15ാം ധനകാര്യ കമ്മീഷന്റെ അവാർഡില് അതായത് അവിടെ എന്താണ് ചെയ്തത്? വളരെ കണ്ണിങ് ആയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പറയപ്പെട്ട തത്വങ്ങളെയൊക്കെ ബലി കഴിക്കുന്നത്. അതായത് എല്ലാ ഫിനാൻസ് കമ്മീഷൻസും 1971 പോപ്പുലേഷന്റെ സൈസ് വെച്ചായിരുന്നു ഡിവിഷൻ നടത്തിയിരുന്നത്. അതായത് നമ്മുടെ ഡയറക്ട് ടാക്സ് സെൻട്രൽ പൂളിൽ നിന്നുള്ള താഴേക്കുള്ള സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം തീരുമാനിച്ചിരുന്നതിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം 1971 പോപ്പുലേഷൻ ആയിരുന്നു. BJP ഗവൺമെന്റ് വന്നതിന് ശേഷം എന്ത് ചെയ്തു? 15ാം ധനകാര്യ കമ്മീഷൻ അത് 2011 പോപ്പുലേഷനാക്കി മാറ്റി. അങ്ങനെ മാറ്റിയതോടുകൂടി കേരളത്തിന് കിട്ടിയിരുന്ന ഷെയർ, അതായത് 1971 കേരളത്തിന്റെ പോപ്പുലേഷൻ ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 3.83% അത് 2011 സെൻസസ് അനുസരിച്ച് 2.71% കുറഞ്ഞു. അപ്പൊ എന്ത് സംഭവിച്ചു? നമുക്ക് കിട്ടുമായിരുന്ന ആ ഫിനാൻസ് കമ്മീഷൻ അവാർഡ് 2.53% നിന്ന് 1.9% ഒറ്റ കുറവാണ് കുറഞ്ഞത്. ഇതേപോലെ തന്നെ എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കുറവുണ്ടായി. അപ്പൊ ഡെലിബറേറ്റ് ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ ഫെഡറൽ പ്രിൻസിപ്പിൾസിന് പാര വെക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും വിചാരിക്കണ്ട. ഇനിയിപ്പോ 16th ഫിനാൻസ് കമ്മീഷൻ വരുമ്പോ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതൊന്നും പാടില്ല ഒരു ഫെഡറൽ സംവിധാനത്തിൽ. അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ പറയുന്നില്ല കേരളത്തിന്റെ ഫിസ്ക്കൽ ക്രൈസിസിന്റെ കാരണം മുഴുവനും കേന്ദ്രമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കേരളത്തിൽ തന്നെ ധൂർത്തുണ്ട്, അതുപോലെ വകമാറ്റി ചെലവഴിക്കലുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ CAG വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് CAGയുടെ റിപ്പോർട്ടുകളില്. അപ്പോൾ കേരളത്തിന്റേതായ കുഴപ്പങ്ങൾ ഒരു പിടിയുണ്ട്. അതേ സമയത്ത് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഈ രീതിയിൽ, അതായത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ സ്വാംശീകരിക്കുന്ന രീതിയിൽ, കേന്ദ്രം പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള പല കളികളും, ഇത് മാത്രമല്ല, ഈ പറയപ്പെട്ട ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ വഴി മാത്രമല്ല, സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് UPA ഗവൺമെന്റിന്റെ കാലത്ത് 63 സ്കീംസ് ഉണ്ടായിരുന്നു സെൻട്രലി സ്പോൺസേർഡ്. അത് BJP ഗവൺമെന്റ് വന്നതിന് ശേഷം 28 വെട്ടിച്ചുരുക്കി. അതായത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ്സും കൂടി ഷെയർ ചെയ്യുന്ന, സെൻട്രൽ ഗവൺമെന്റ് കൂടുതൽ ഷെയർ വഹിക്കുമായിരുന്ന പദ്ധതികളെയാണ് 63 നിന്ന് 28 വെട്ടിച്ചുരുക്കി. മാത്രവുമല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെയർ വളരെയധികം കുറച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ ഷെയർ വർദ്ധിപ്പിച്ചു. ഇങ്ങനെ പല തരത്തിലാണ് സെൻട്രൽ ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ വളരെ ശക്തമായ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. ആ കൂട്ടത്തിലാണ് ഈ GST കൊണ്ട് കൂടി അടിക്കുമോ എന്ന ഭയം നിലനിൽക്കുന്നത്. ഓക്കെ, ശ്രീ ഷാബു പ്രസാദ്, ഇതിന് ഒറ്റ വിഷയമേ ഉള്ളൂ, ഇതിനകത്ത് രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോഴും ഒരാഴ്ച ഇനി GST അവയർനെസ് ഒരു ക്യാമ്പയിൻ പോലെ BJP കൊണ്ടുപോവുകയാണ്. അതായത് ഇതിൽ പല ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് പറയുന്നിടത്ത് ഇതൊരു അക്കാഡമിക് ആയിട്ടല്ല, ഇതൊരു പൊളിറ്റിക്കൽ ഒരു നേട്ടമായിട്ട് തന്നെ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ വിമർശനങ്ങളെ കുറച്ചുകൂടി ഉത്തരവാദിത്തോടുകൂടി സ്വീകരിക്കേണ്ടതായിരുന്നില്ലേ വളരെ മുൻപ് തന്നെ എന്നുള്ളൊരു ചോദ്യം വീണ്ടും പ്രസക്തമാകുന്നു. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് BJP. ഗവൺമെന്റ് അങ്ങനെ ആ കേന്ദ്ര ഗവൺമെന്റ് BJP ഗവൺമെന്റ്
എടുക്കുന്ന തീരുമാനങ്ങൾ, ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ BJP പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്യും. അത് ഈ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള കാര്യം വല്ലതുമാണോ? അതാണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജോലി എന്ന് പറയുന്നത്. അവരവരുടെ സർക്കാരുകൾ ഭരിക്കുമ്പോൾ അവർ ചെയ്യുന്ന ഗുണങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങളെ മാക്സിമം മാർക്കറ്റ് ചെയ്യുകയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാന ദൗത്യം. അതിന് കെറിവിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനി വിമർശനങ്ങളുണ്ടോ? നിങ്ങൾക്ക് എതിരഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും അതും ജനങ്ങളോട് സംവദിക്കാനുള്ള അവകാശം മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടെ ഉണ്ട്. അവരത് ചെയ്യട്ടെ. എന്നിട്ട് ജനങ്ങൾ ഏത് സ്വീകരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വീകരിക്കട്ടെ. അതല്ലേ അതിന്റെ മര്യാദ എന്ന് പറയുന്നത്, അതല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. അതല്ലേ അതിനിങ്ങനെ വിഷമിച്ചിട്ടെന്നാണെന്നേ കാര്യം. അയ്യോ BJP ഇത് പൊളിറ്റിക്കലി മുതലെടുക്കുമേ, അയ്യോ ഇത് പൊളിറ്റിക്കലാണ്, അയ്യോ ഞങ്ങൾ എന്ത് ചെയ്യുമേ, ഇങ്ങനെ കിടന്ന് കരഞ്ഞുകൊണ്ട് നടക്കാതെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്തോ അത് കൺവിൻസിംഗ് ആയിട്ട് പറഞ്ഞ് ജനങ്ങളെ കൺവിൻസ് ചെയ്യൂ. അപ്പോൾ ഇവിടെ BJPക്ക് എന്തോ ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തൂ. സിമ്പിൾ. ശരി, നോക്കാം ഏത് തരത്തിലാണ് ഇനി പ്രതിപക്ഷം ഇത് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. വിലക്കുറവിന്റെ കാലം വരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് പരിപൂർണമായിട്ട് തള്ളിക്കളയുന്നില്ല പ്രതിപക്ഷം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സംസ്ഥാനങ്ങൾക്ക് വലിയ വരുമാന നഷ്ടം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പോലും പ്രേക്ഷകരോട് ചോദിച്ചു, സംസ്ഥാനങ്ങൾക്ക് ഈ നികുതി ഇളവിൽ ആശങ്കപ്പെടണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്നുള്ളൊരു അഭിപ്രായം ഭൂരിപക്ഷത്തിനും 53% പ്രേക്ഷകരുമല്ല എന്ന്. പക്ഷേ അതിന് തൊട്ടടുത്ത് തന്നെ 42% പ്രേക്ഷകർ അതെ എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വളരെയധികം നന്ദി. പൂർണ്ണമാവുകയാണ് പ്രൈം ഡിബേറ്റ്. ഡോക്ടർ മേരി ജോർജ്, ഷാബു പ്രസാദ്, ഒപ്പം പ്രൊഫസർ S. മോഹൻ കുമാർ ചർച്ചയിൽ പങ്കെടുത്തായിരുന്നു. നമസ്കാരം.